السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, ഈമാനുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശദീകരണത്തിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ഈമാൻ്റെ 3 സ്തംഭങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിനോടൊപ്പം ചേർത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഈമാനുമായി ബന്ധപ്പെട്ടൊരു വലിയ വസ്തുത, യസീദു ബി ത്വഅ വ യൻഖുസു ബിൽ മഅസിയ. ഈമാൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച ഒരാൾ നന്മയിൽ മുന്നേറുന്ന സന്ദർഭത്തിൽ ഈമാൻ യസീദു, അത് വർദ്ധിക്കും. അതേ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ച ഒരാൾ തിന്മയിൽ വ്യാപൃതനാകുന്ന സന്ദർഭത്തിൽ വ യൻഖുസു, അത് ആ ഈമാൻ താഴും എന്നുള്ളതാണ്. ഈമാൻ്റെ ഈ ഒരു ഏറ്റക്കുറച്ചിൽ, ആ ഒരു ഫ്ലക്ച്വേഷൻ, അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു വസ്തുതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ വർദ്ധിക്കുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലും സൂറത്തുൽ ഫത്ഹിൻ്റെ ആരംഭഭാഗം 4-ാമത്തെ വചനത്തിൽ ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീന ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഹുദൈബിയയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ സക്കീനത്ത്, ശാന്തി നൽകിയത്. എന്തിന്? ലിയസ്ദാദു ഈമാനൻ, ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി. ഇപ്പോൾ ഈമാൻ്റെ വർധനവിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാൻ വീണ്ടും സൂറത്ത് തൗബയുടെ 124-ാമത്തെ വചനത്തിൽ ജാദത്ഹും ഈമാന, സൂറത്ത് മുദ്ദസ്സിറിന്റെ 34-ാമത്തെ വചനത്തിലെല്ലാം ഈമാൻ്റെ വർധനവിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം വർധനവ് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഉയരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരൽപ്പം താഴ്ന്ന പോയിന്റിലായിരിക്കും. മനോഹരമായിട്ടുള്ള കാര്യം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ്റെ വർധനവിനെ സംബന്ധിച്ച് മാത്രമാണ് പറയുന്നത്. എവിടെയും ഈമാൻ താഴുന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ താഴ്ചയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നില്ല. കാരണം അത് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതേ സന്ദർഭത്തിൽ ഹദീസുകൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ചില ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിട്ട് ഈമാൻ്റെ ആ താഴുന്ന പോയിന്റിനെ സംബന്ധിച്ചെല്ലാം റസൂലുള്ളാഹി സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ളൊരു ഹദീസ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, മൻ റആ മിൻകും മുൻകർ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു തിന്മ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അതിനെ കൈകൊണ്ട് നിങ്ങൾ തടയണം, അതല്ലെങ്കിൽ നിങ്ങൾ നാവ് കൊണ്ട് തടയണം. ആദ്യം ആക്ഷനാണ്, പിന്നീട് വെർബലായിട്ട്. അതും അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് നിങ്ങൾ അതിനെ വെറുക്കുകയെങ്കിൽ ചെയ്യുക. എന്നിട്ട് റസൂലുള്ളാഹി അവസാനം പറഞ്ഞു, വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള ഈമാൻ്റെ ഒരു പോയിന്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സൂചിപ്പിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമിൽ തന്നെ കടന്നു വരുന്ന മറ്റു ചില ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടുകുമണിയോളം ഈമാനുള്ള, അതേ രൂപത്തിൽ ഈമാൻ്റെ ആ ഒരു ചെറിയ പോയിന്റ് സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഈമാൻ്റെ ആ ഒരു ഏറ്റക്കുറച്ചിൽ, ആ ഒരു ഫ്ലക്ച്വേഷൻ എന്നുള്ളത് അത് സ്വാഭാവികമാണ്, അതാണ് നോർമൽ. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഭൗതിക ഹൃദയവുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിലും അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൗതിക ഹൃദയം അത് സദാ സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, സദാ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്പന്ദനത്തിൻ്റെ ഗ്രാഫാണ് നമ്മൾ ECG ആയിട്ടെല്ലാം നമ്മൾ കാണാറുള്ളത്. ആ ഉയർച്ചയും താഴ്ചയുള്ള ആ ഗ്രാഫ്, അത് കൂടാനും പാടില്ല, അതേ സന്ദർഭത്തിൽ പറ്റ കുറയാനും പാടില്ല. ആ ഒരു നോർമൽ റേഞ്ചിൽ അത് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ ബ്രാഡിക്കാർഡിയ, അതേ രൂപത്തിലുള്ള അബ്നോർമാലിറ്റി നമ്മൾ കേൾക്കാറുണ്ട്. അത് ആ നോർമൽ റേഞ്ചിൽ നിൽക്കുന്നതാണത് ആരോഗ്യകരമായിട്ടുള്ളൊരു ഹൃദയത്തിൻ്റെ ലക്ഷണം. അത് നമ്മുടെ ഭൗതിക ഹൃദയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, നമ്മുടെ ആത്മീയ ഹൃദയം, സ്പിരിച്വൽ ഹാർട്ടിൻ്റെ കാര്യത്തിലും അതും സദാ സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈമാനികമായിട്ടുള്ള ആ സ്പന്ദനം അത് ചില സന്ദർഭത്തിൽ അത് കൂടുന്നു, ചില സന്ദർഭത്തിൽ അത് ഒരല്പം കുറയുന്നു. കൂടിയാലും കുറഞ്ഞാലും അത് ആ ഒരു നോർമൽ റേഞ്ചിൽ സദാ നിലനിർത്തേണ്ടതുണ്ട്. അതാണ് ആരോഗ്യകരമായിട്ടുള്ളൊരു ആത്മീയ ഹൃദയത്തിൻ്റെ ലക്ഷണം. ചില സമയത്ത് മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ അത് കൂടും എന്നുള്ള. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റമദാൻ്റെ അവസാനത്തെ 10 അല്ലെങ്കിൽ റമദാനാകുന്ന ആ ഒരു സന്ദർഭത്തിൽ നമുക്കുണ്ടാകുന്ന ഈമാൻ, ആ ഈമാൻ അത് ഉയരും. അതേ ഈമാൻ റമദാന് ശേഷവും അതേ രൂപത്തിൽ ലഭിച്ചുകൊള്ളുന്നില്ല. അത് സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ, ഇപ്പോൾ ഒരാൾ മക്കയിലേക്കോ മദീനയിലേക്കോ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനങ്ങളിലേക്ക്, പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ ഈമാൻ്റെ ഗ്രാഫ് അത് ഉയർന്നിരിക്കും. അതേ സന്ദർഭത്തിൽ ആ പള്ളിയിൽ നിന്നിറങ്ങി ഒരാൾ സൂക്കിലേക്ക്, അങ്ങാടിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ആ പള്ളിയിലുള്ള അതേ രൂപത്തിൽ ആ ഈമാൻ്റെ ഗ്രാഫ് ഉയർന്നു നിൽക്കണമെന്നില്ല, അത് താഴുമെന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റക്കുറച്ചിൽ സ്വാഭാവികമാണ്, പക്ഷേ ആ ഒരു ഗ്രാഫ് സദാസന്ദർഭത്തിലും അത് ആ ഒരു നോർമൽ റേഞ്ചിൽ തന്നെ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് എന്നുള്ള.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പോയിന്റുകളെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായിട്ട് ഹദീസുകളിൽ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 പോയിന്റുകളെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്നലിക്കുല്ലി അമലിൻ ഷിറ വലിക്കുല്ലി ഷിറത്തിൻ ഫത്ര. റസൂലുള്ളാഹി പറയാണ്, ഏതൊരു കർമ്മത്തിനും അതിനൊരു ഉയർന്ന പോയിന്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു താഴ്ന്ന പോയിന്റ് ഉണ്ട്. ആ ഒരു ഗ്രാഫാണ് റസൂലുള്ളാഹി ചിത്രീകരിക്കുന്നത്. ശേഷം ഫമൻ കാനത്ത് ഫത്രത്തുഹു ഇലാ സുന്നത്തി ഫഖദ് അഫ്ലഹ. ആരെങ്കിലും ആ ഉയർന്ന പോയിന്റ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കനുസരിച്ച് അവന് സെറ്റ് ചെയ്ത് വെച്ചാൽ അവൻ വിജയിച്ചു. അതേ സന്ദർഭത്തിൽ അതിൻ്റെ ഒരു മറുവശം ആ താഴ്ന്ന പോയിന്റ്, അത് ആ നോർമൽ റേഞ്ചിനും താഴേക്ക് ഒരാളുടേത് പോവുകയാണെങ്കിൽ ഫഖദ് ഹലക്ക, അവന് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ആ 2 പോയിന്റ് റസൂലുള്ളാഹി ചിത്രീകരിക്കുകയാണ്. അത് ഉയർന്നത് പരിധി ലംഘിച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഭൗതിക ഹൃദയത്തിൻ്റെ കാര്യത്തിലും അത് ഉയർന്ന് ഇപ്പോൾ ഹൈ BP എന്നുള്ളത് അത് ജീവന് തന്നെ ഭീഷണിയാണ്. ഇപ്പോൾ മതത്തിലുള്ള ഉയർച്ച എന്നുള്ളത്, ഇപ്പോൾ മതത്തിൽ അതിര് കവിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നിനൊരു മാർജിൻ, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മറികടക്കാൻ ശ്രമിക്കുക. അതായത് മതത്തിൽ അതിര് കവിയുന്ന ആളുകൾ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ നിരവധി ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വിഷയത്തിൽ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള സ്വഹീഹ് ബുഖാരി കടന്നു വരുന്ന ഹദീസിൽ 3 ആളുകൾ റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ വന്ന് റസൂലുള്ളാഹിൻ്റെ ആരാധനകളെ സംബന്ധിച്ച് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം 3 വ്യത്യസ്ത രൂപത്തിലുള്ള ശബ്ദങ്ങൾ ചെയ്യാണ്. 3 നല്ല കാര്യമാണ്, പക്ഷേ അത് റസൂലുള്ളാഹി സെറ്റ് ചെയ്ത് വെച്ച ആ മാർജിൻ അതിന് മറികടക്കാൻ ശ്രമിക്കുക. അതായത് കൂടുതൽ ഉയരലാണ്. അതറിഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി അവരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തിരുത്തുന്നുണ്ട്. അപ്പോൾ മതത്തിൽ അതിര് കവിയുക എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, മനോഹരമായിട്ടൊരു കോട്ട് ഓർക്കുന്നത്, ബിലീവേഴ്സ് ഗൈഡഡ് ബൈ ദ ലൈറ്റ്, എക്സ്ട്രീമിസ്റ്റ് ബ്ലൈൻഡഡ് ബൈ ദ ലൈറ്റ്. അതായത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരാ കൃത്യമായിട്ടുള്ള അനുവാദത്തിൽ ആ പ്രകാശം സ്വീകരിച്ച് വഴി കണ്ടെത്തുന്നവരാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൂർ, പ്രകാശമെന്ന് വിശേഷിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ പ്രകാശം കൃത്യമായിട്ടുള്ള അനുവാദത്തിൽ സ്വീകരിച്ച് വഴി കണ്ടെത്തുന്നവരാണ് വിശ്വാസികൾ. അതേ സന്ദർഭത്തിൽ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് മതത്തിൽ അതിര് കവിയുന്ന ആളുകൾ, അവർ തീവ്രമായിട്ടുള്ള പ്രകാശം സ്വീകരിച്ച്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ഒരു നിശ്ചിത അളവിൽ പ്രകാശം ശക്തമായിട്ട് തീവ്രതയിൽ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച തന്നെ നഷ്ടപ്പെടും. ഒരാൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യനെ വീക്ഷിക്കുകയാണെങ്കിൽ അയാളുടെ കണ്ണ് ഫ്യൂസാവും, നമ്മൾ പറയാറുണ്ട്. അതേ രൂപത്തിൽ ശക്തമായിട്ടുള്ള തീവ്രമായിട്ടുള്ള പ്രകാശം സ്വീകരിച്ച് അന്ധത ബാധിച്ച ആളുകളാണ് മതത്തിൽ അതിര് കവിഞ്ഞ ആളുകൾ. അപ്പോൾ ആ രൂപത്തിൽ ആ ഗ്രാഫ് അത് കൂടുതൽ ഉയരാനും പാടില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഒരു മറുവശം അത് പറ്റേ നോർമൽ റേഞ്ചിന് താഴേക്കും പോകാൻ പാടില്ല. അപ്പോൾ താഴേക്ക് പോകാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ റമദാനിലാണുള്ളത്, ഒരാൾ റമദാനിൽ കൃത്യമായിട്ട് ആ ഫർളും സുന്നത്തെല്ലാം അനുഷ്ഠിച്ച് റമദാൻ പൂർത്തിയാകുന്നതോടുകൂടെ പിന്നീട് അതെല്ലാം ഉപേക്ഷിക്കുന്നൊരവസ്ഥയിലേക്ക് പോവാം. ആ രൂപത്തിലുള്ള ഒരു താഴ്ച ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ വർഷത്തിലുടനീളം അദ്ദേഹം എല്ലാ ഫർളും അതേപോലെ തന്നെ രാത്രി തഹജ്ജുദെല്ലാം നമസ്കരിച്ച് ആ വർഷം പകുതിയാകുന്നതോടുകൂടെ പിന്നീട് ആ തഹജ്ജുദ് നമസ്കാരം അദ്ദേഹം ഉപേക്ഷിച്ചു. പിന്നീട് ക്രമേണ അദ്ദേഹം ഫർള് നമസ്കാരവും ഉപേക്ഷിക്കുന്നൊരവസ്ഥയിലേക്ക് വരിക. ആ രൂപത്തിലുള്ള ഒരു താഴ്ച അത് യഥാർത്ഥത്തിൽ അത്രയും കാലം അദ്ദേഹം ചെയ്ത മുഴുവൻ കർമ്മങ്ങളും അതോടുകൂടെ അത് നഷ്ടപ്പെടുത്തുകയാണ്. ആ രൂപത്തിലുള്ള ഒരു താഴ്ച ഈമാന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിന്റെ 92-ാമത്തെ വചനത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ഒരു നൂല് മുടഞ്ഞൊരു കയറുണ്ടാക്കി അവസാനം അത് പിരിയുടക്കുന്നത് പോലെ, അതല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരി ആ കല മുടക്കുന്നതൊരു ആ രൂപത്തിലുള്ള ഒരു പ്രവണത അത് നമ്മുടെ ഈമാന്റെ കാര്യത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഏറിയാലും കുറഞ്ഞാലും ആ ഒരു നോർമൽ റേഞ്ചിൽ അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണം, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ നന്നായി ശോഭിക്കുന്ന ഒരു വിദ്യാർത്ഥി, ചില സന്ദർഭത്തിൽ അവന് മാർക്ക് കൂടും, ചില സന്ദർഭത്തിൽ കുറയും. അതായത് 45, 46, 47 അതേ രൂപത്തിൽ ഒരു ഏറ്റക്കുറച്ചിൽ വരെയെങ്കിലും അതൊരിക്കലും ആ പാസ് മാർക്കിൻ്റെ താഴേക്ക് പോയിട്ട് അവനെ തോൽക്കുന്നൊരവസ്ഥയിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല. അതായത് സദാസന്ദർഭത്തിലും ആ ഈമാൻ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതിലുള്ള ഏറ്റക്കുറച്ചിൽ എന്നുള്ളത് അത് സ്വാഭാവികമാണ്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.